ഇതിൽ ടച്ച് സ്ക്രീനോ മ്യൂസിക് പ്ലെയറോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കിതിൽ പാട്ട് കേൾക്കാം, പാട്ട് ചേഞ്ച് ചെയ്യാം, വോളിയം കുറക്കാം, കൂട്ടാം, കോൾ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കും. കാരണം ടാറ്റ ഈ വാഹനത്തിൻ്റെ മീറ്ററിലാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിലെ എല്ലാ വേരിയൻറ്റിലല്ല, നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന സെക്കൻഡ് ബേസ് മോഡലായിട്ടുള്ള പ്യൂർ എന്ന് പറയുന്ന വേരിയൻറ്റ്, അതായത് ടാറ്റ തിയാഗോ ഏറ്റവും പുതിയ 2026 മോഡലിൽ നമുക്ക് 6 വേരിയൻറ്റിലായിട്ടാണ് വാങ്ങാനായിട്ട് പറ്റും. അതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്യൂർ എന്ന് പറയുന്ന വേരിയൻ്റ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഏകദേശം ഓൺ റോഡ് 6,65,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബേസിൽ നിന്നും ഏകദേശം 1,10,000 രൂപയോളം കൂടുതൽ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു വേരിയൻ്റ് കിട്ടുക. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വാല്യൂ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഫോഗ് ലാമ്പ് കാണാനായിട്ട് പറ്റില്ല. ഇത് രണ്ടും നമുക്ക് LED ഹെഡ് ലാമ്പ് യൂണിറ്റും ഫോഗ് ലാമ്പൊക്കെ ആഡ് ആവുന്നത് ഏറ്റവും ടോപ്പ് എൻ്റെ ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് എന്നിങ്ങനെയുള്ള വേരിയൻറ്റിലാണ് എന്നുള്ളതാണ്. ബാക്കി എല്ലാ വേരിയൻറ്റും ആദ്യത്തെ 4 വേരിയൻറ്റ് നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും. ഫ്രണ്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യം വരുന്നത്. പിന്നെ ബമ്പറൊക്കെ റീഡിസൈൻ ചെയ്ത രൂപത്തിൽ നമുക്ക് പുതിയ 2026 ഒരു ലുക്കിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള നമുക്കൊരു ഫാമിലിക്ക്, ഒരു നോർമൽ ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അത് അഫോർഡബിൾ ആയിട്ട് കൊണ്ടു നടക്കാനും നമുക്ക് സർവീസ് കോസ്റ്റ് കുറവിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന രൂപത്തിലൊരു വാഹനം എന്നുള്ള നിലയ്ക്ക് ഒരു ടോപ്പ് ക്ലാസ് വേരിയൻറ്റും അത് പ്രൈസിങ്ങും ഫീച്ചേഴ്സും വരുന്നുണ്ട് എന്നുള്ളതാണ്. ബേസ് വേരിയൻറ്റ് വേണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആഗ്രഹിക്കുന്ന 4 പവർ വിൻഡോ സെൻട്രൽ ലോക്കിംഗ് പോലും നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 175-65 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ്. അതിൽ തന്നെ വീൽ കപ്പ് വന്നിട്ടുണ്ട്. ബേസ് വേരിയൻറ്റ് പോയാലും നമുക്ക് വീൽ കപ്പ് ഉണ്ടായിരിക്കില്ല. സെയിം ടയർ സൈസ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസിലേക്ക് പോയിക്കാലും നമുക്ക് 15 ഇഞ്ച് വീലാവുന്നുണ്ട്. ഒപ്പം അലോയ്സും ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ 4 വേരിയൻറ്റിലും സെയിം ടയർ സൈസ് ആയിരിക്കും, അലോയ് ലഭിക്കുന്നില്ല. പിന്നെ നമുക്കിതിൽ പുതിയ തിയാഗോ വന്നപ്പോൾ ടാറ്റ ഒരുപാട് റീസൈക്കിൾ ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ഈ ഒരു വീലിൻ്റെ ക്ലാഡിങ്. അപ്പോൾ അത് കുറച്ചുകൂടി പഴയ വാഹനത്തേക്കായി കുറച്ചുകൂടി സൈസ് നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 14 ഇഞ്ച് ചെറുതായോ എന്ന് തോന്നുന്നൊരു ഫീൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ പഴയ വാഹനത്തിൽ 14-ാണ് നമ്മുടെ തിയാഗോയിൽ ഉണ്ടായിരുന്ന ടയർ സൈസ്. പക്ഷേ ആ ഒരു വീലാർച്ച കുറച്ചുകൂടി വലുതായപ്പോൾ നമുക്ക് ഒരു 15 ഇഞ്ച് ഡൈലാണ് ഒരു പക്കായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ്. വശങ്ങളിലേക്ക് വന്നാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് നമുക്ക് ORMൽ ലഭിക്കുന്നതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ആ ഒരു ഫീച്ചർ നമ്മൾ ബേസ് വേരിയൻറ്റ് പോയാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോയ കാര്യം ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ ഏകദേശം 60,000 മുകളിൽ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് മുടക്കണം. അപ്പോൾ നമുക്ക് ലുക്കിൽ കാര്യങ്ങളൊന്നും ഒരു മാറ്റം വരുന്നില്ല. ആകെ ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ, ഇതിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ വരുന്നില്ല. അതിൽ ടച്ച് സ്ക്രീനും കണക്റ്റഡ് ഫീച്ചേഴ്സും അതുപോലെ ക്രൂയിസ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഒഴിച്ച് ബാക്കി നമുക്ക് കുറച്ച് കാണാൻ പറ്റാത്ത കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ആഡ് ആവുന്നത്. സോ നമുക്ക് മ്യൂസിക് പ്ലെയർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകാനേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വേരിയൻ്റ് തന്നെയാണ് അടിപൊളി. നമുക്ക് അതിൽ റിവേഴ്സ് ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ ഒരുപാട് വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലെങ്കിലൊക്കെ ആ ഒരു തേർഡ് വേരിയൻറ്റിലേക്ക് 60,000 രൂപ കൂടുതൽ കൊടുത്ത് പോയാൽ നഷ്ടമില്ല. നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീനും അതുപോലെ റിവേഴ്സ് ക്യാമറ, ഹിൽ ഹോൾഡ്, അതായത് നമ്മൾ കയറ്റത്തൊക്കെ നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് വണ്ടി ഇറങ്ങാതെ എടുത്തു പോകാനുള്ള ഒരു ഫീച്ചർ, അങ്ങനെയുള്ള അത്യാവശ്യം നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈല് ഏറ്റവും പുതിയ 2026 തിയാഗോയുടെ. നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ ഡോർ ഹാൻഡിലൊക്കെ ഒരു ക്രോം ടച്ച് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗത്ത് വരുമ്പോൾ എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. ഇതിനും ബോഡി കളർ കിട്ടുന്നുള്ളത് കൊണ്ട് അടിപൊളിയാണ് എന്ന് പറയാം. അതുപോലെ ഒരു ആൻഡിൽ കാണാം, അതും ബേസ് വേരിയൻ്റ് ഉണ്ടായിരിക്കില്ല, നമുക്ക് ഈ ഒരു വേരിയൻ്റിലാണ് ആൻഡിൽ ലഭിക്കുന്നത്. ഇനി റിയറിലേക്ക് വന്നാൽ LED ടൈൽ ലാമ്പ് യൂണിറ്റ്, അതായത് ഫുൾ ഓപ്ഷൻ്റെ അതേ സെയിം ഡിസൈനിലുള്ള അല്ലെങ്കിൽ സെയിം LED ടൈൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു 4ാമത്തെ വേരിയൻ്റ് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് പോലെ ഒരു റിഫ്ലക്ടറാണ്. അതിൽ ലൈറ്റ് കത്തൊന്നുമില്ല, പക്ഷേ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ 3 വേരിയൻറ്റിലും പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, അതായത് ഒരു റീസൈക്കിൾഡ് മെറ്റീരിയൽ, അതിൽ കുറച്ചൊരു ഡോട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള ഒരു എലമെൻ്റാണ് നമുക്ക് ആ ലോഗോയുടെ ഭാഗത്തായിട്ട് സെൻറ്റർ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ ലഭിക്കുക. അത് ടോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ഫുൾ ലൈറ്റാണ് തോന്നിപ്പിക്കുന്ന ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയാം. പിന്നെ റിയർ ഡീഫോഗിൽ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. തിയാഗോയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓവറോൾ ലുക്കുള്ള കാര്യം പറയാനുള്ളത്. സെൻട്രൽ ലോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് ലിഡിന് മാഗ്നറ്റിക് ടെയിൽ ഗേറ്റ് ഒന്നല്ല കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്യണം. ഇത്തരത്തിൽ പുള്ളി ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 224 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ കിട്ടുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ സെഗ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ് എന്ന് പറയാം. പാർസൽ ട്രേ കിട്ടുന്നില്ല കേട്ടോ. പാർസൽ ട്രേ ഒക്കെ നമുക്ക് 4ാമത്തെ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെയർ വീല് വരുന്നുണ്ട്. 13 ഇഞ്ചാണ്. സ്പേസ് സേവറാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു 155-80-13 ആണ്. ഒരു സ്പെയർ വീലിൻ്റെ ഉപയോഗത്തിന് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ സ്ഥിരമിട്ട് ഓടാനായിട്ട് പറ്റുന്നൊരു സെറ്റപ്പിലല്ല വന്നിട്ടുള്ളത്. 60/40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നും ഈ സെഗ്മെൻറ്റിൽ നമുക്കൊരു ബ്രാൻഡ് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ഫുൾ സീറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ
ഇങ്ങനെ നമുക്ക് ഫുള്ളായി മടക്കി വെക്കാവുന്നൊരു സ്പേസ് കാര്യങ്ങളാണ് കിട്ടുക. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സിന്. റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ ലഭിക്കുന്നുണ്ട്. അതും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലാണ് നമുക്ക് 4 പവർ വിൻഡോ ലഭിക്കുക. അതിന് താഴെയുള്ള ബേസ് വേരിയൻറ്റിൽ പോയാൽ 4 പവർ വിൻഡോ ഉണ്ടായിരിക്കില്ല. എനിക്കൊന്നും കേരളത്തിൽ ആ വേരിയൻ്റ് ആരും എടുക്കാൻ സാധ്യതയില്ല. ഇത് സെൻട്രൽ ലോക്കിംഗ് ഇല്ല, പവർ വിൻഡോ ഇല്ല, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ കുറവായിട്ടുള്ളൊരു വാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ബേസിക് നീഡാണെന്ന് പറയാം ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ആവുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ്. അതും 6,65,000 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1.5 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഒരു 5 ലക്ഷം ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപക്കകത്ത് തന്നെ മാസം EMI ആയി വരുന്ന രൂപത്തിലൊക്കെ എടുക്കാൻ പറ്റിയുള്ളൊരു പക്ക ഒരു സാധാരണ കുടുംബം, ഒരു 2 വീലറിന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ്. ഇവിടെയൊക്കെ നമുക്ക് ഫാബ്രിക് ടച്ച് ഉണ്ട്. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൈ വെക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് വള്ളിയിൽ ഇവരൊരു ഹയർ മോഡലായിട്ടുള്ള ടാറ്റ സിയറയുടെ സമ്മാനമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹാൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസൈഡ് ഡോർ ലിവർ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇങ്ങനെ കൈ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫാബ്രിക് ഉള്ളതുകൊണ്ട്, കാരണം ഈ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ വരഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ ഇത് ചെറിയൊരു വാഹനമായിട്ട് കൂടി, ബഡ്ജറ്റ് വാഹനമായിട്ട് കൂടി അതൊക്കെ ടാറ്റ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അടിപൊളിയായിട്ട് തോന്നി. റിയറിലേക്ക് AC വെൻ്റ് ഒന്നും നമുക്ക് വരുന്നില്ല. അത് ഏറ്റവും ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് റിയർ AC വെൻ്റൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ C ടൈപ്പ് ചാർജിങ് പോർട്ട്, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോർട്ട്, അതൊക്കെ നമുക്ക് ഏറ്റവും ടോപ്പിൻ്റെ ക്രിയേറ്റീവ് ഒക്കെ എടുക്കുന്നവർക്ക്, ക്രിയേറ്റീവ് പ്ലസ് ഒക്കെ എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് കാര്യങ്ങൾ വരുന്നൊരു വാഹനം. 6 അടി ആയിട്ടുള്ള എനിക്ക് നോക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു സീറ്റ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നല്ല പുറകിലേക്ക് ഇട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് പറയാം. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൈ സപ്പോർട്ടൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഒരു കുറവായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇത്രയും കുഞ്ഞു വാഹനമായിട്ട് കൂടി 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് അതിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പുറകിലിരിക്കുന്നവർക്ക് ലഭിക്കും. ഹാൻഡിലൊക്കെ പ്ലേസ് ചെയ്തിട്ട് സൈഡിലല്ല, കുറച്ചുകൂടി ഉയരത്തിലും മേലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതായത് ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ ഡിസൈനിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത്. എഗൈൻ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് അവിടെ ഒരു ടച്ച് സ്ക്രീൻ മിസ്സിങ് ആയിട്ടൊക്കെ തോന്നും എന്നുള്ളതാണ്. ഇതൊക്കെ അതായത് ഇതൊക്കെ കാണുന്ന ഈ ഒരു ചെറിയ ഡോട്ട് പോലെ കാണുന്ന ഡിസൈൻ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെയൊക്കെ കണ്ട് എയർ ബാഗിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു റീസൈക്കിൾഡ് മെറ്റീരിയലാണ്. ഇത്തരത്തിൽ ഏകദേശം ഇൻറ്റീരിയർ ഡിസൈനിൽ മാത്രം 20% റീസൈക്കിൾഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ടാറ്റ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ടാവും. 20% റീസൈക്കിൾഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൂടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ORMൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു, അതിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം. എഗെയിൻ നമ്മുടെ ഡ്രൈവർക്കും കൈ വെക്കുന്നിടത്തൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ, 4 പവർ വിൻഡോ. അതിൽ ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ഉണ്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ താഴേക്ക് ഞെക്കി പിടിക്കണം, ഇല്ല 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒന്നുമില്ല. എല്ലാം നോർമൽ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട് സീറ്റുകളും അടിപൊളിയാണ്. ഈ സെഗ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർ എന്ന് പറയാവുന്ന രൂപത്തിലാണ്. നല്ല സോഫ്റ്റാണ്, തൈ സപ്പോർട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സൈഡും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സീറ്റുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ ഇൻറ്റീരിയറിൽ കയറി നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് സെക്കൻഡ് വേരിയൻറ്റ് സ്മാർട്ട്, നമ്മുടെ പ്യൂർ എന്ന് പറയുന്ന വേരിയൻറ്റിൽ, സ്മാർട്ട് കഴിഞ്ഞാൽ പ്യൂർ എന്ന് പറയുന്ന വേരിയൻറ്റിൽ കിട്ടുന്ന കീ സെൻട്രൽ ലോക്കിങ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. സെക്കൻഡ് കീയിൽ നമുക്ക് സെൻട്രൽ ലോക്കിങ് ഉണ്ടായിരിക്കില്ല, ഒരു ഫ്ലിപ്പ് കീ ആണ് വന്നിട്ടുള്ളത്. സോ ഈ രൂപത്തിൽ നമുക്ക് ഓണായി വരും. ഓണായി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു MID, ഒരു ഐലാൻഡ് MID എന്നാണ് നമ്മുടെ ടാറ്റ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സംഭവം വാഹനത്തിൻ്റെ ഒരു കുഞ്ഞു വാഹനത്തിനോട് കണ്ടോ യോജിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചെടുക്കാനായിട്ട് വരുന്നുണ്ട്. കുഞ്ഞിതാന്ന് വെച്ചിട്ട് റീഡബിൾ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിൽ തന്നെ നമ്മുടെ ഏത് ഡോറോ ഓപ്പൺ എന്നുള്ള കാര്യങ്ങൾ കാണിക്കും. ഇവിടെ ടാക്കോമീറ്റർ കാണിക്കും. ഇവിടെ നമ്മുടെ ഫ്യൂൽ ലെവൽ, കൂളൻ ടെമ്പറേച്ചർ, സ്പീഡ്, ഇവിടെ ട്രിപ്പ് ബി അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഓഡോമീറ്റർ, ട്രിപ്പ് ഒക്കെ നമുക്കിവിടെ മാറും. ഇവിടെ ആവറേജ് മൈലേജ് കാണിക്കും. ഡിസ്റ്റൻസ് ടു എത്ര കിലോമീറ്റർ ഓടാനുള്ള എണ്ണ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇവിടെ ക്ലോക്ക് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ TML എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു അക്കൗണ്ട് കാണിക്കും. അപ്പോൾ അതായിട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എഴുതി കാണിക്കും. ഇങ്ങനെ ഏതാണ് എൻട്രി ചെയ്യേണ്ട കോഡ് പെയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കതിൽ ഫോണിലുള്ള പാട്ട് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം, കോൾ വന്ന് അറ്റൻഡ് ചെയ്യാം. അതിനൊക്കെയാണ് ഈ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. അതൊരു ബ്രില്യൻ്റ് ഐഡിയ ആയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ് ടാറ്റയ്ക്ക്. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കുന്നവർക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഫണ്ട് മുടക്കാനില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഒരു 10-30,000 കൊടുത്തിട്ട് ടച്ച് സ്ക്രീൻ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാം എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കാണാനും എനിക്കിഷ്ടമായി, ഒരു രസമുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഒരു ടച്ച് സ്ക്രീനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളതിനേക്കാളും വൃത്തി, ഒരു നീറ്റായിട്ട് നമുക്ക് ഡാഷ്ബോർഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഈ സൈഡിലാണ് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഒന്നുമില്ല, അതൊക്കെ 4ാമത്തെ 5ാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ലഭിക്കുകയുള്ളൂ. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അഗൈൻ AC വെൻറ്റ് കാണാം, മാനുവൽ AC ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൺട്രോൾസും ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. ഇവിടെ കണ്ടോ ഗ്ലോസി ബ്ലാക്കും അതുപോലെ ഒരു നമുക്കൊരു വളരെ ബേസിക് ആക്കിയിട്ടില്ല, അത്യാവശ്യം ഒരു ക്രോമൊക്കെ കൊടുത്തിട്ട് നൈസായി വന്നിട്ടുണ്ട് എന്ന് പറയാം. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയ. പിന്നെ ഹസാർഡ് ലാമ്പ്, ഡീഫോഗർ, അത്തരം കാര്യങ്ങളാണ് അവിടെ കൺട്രോൾസ് ആയിട്ടുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡിൽ ക്രിയേറ്റീവ് പ്ലസിലേക്ക് പോയാൽ ഇവിടെ ഡുവൽ വയർലെസ് ചാർജറായിട്ട് മാറുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ, ഇത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഗിയർ ലിവർ. എന്ത് പ്രീമിയം ഫീലാന്ന് നോക്കിയാൽ. ഇന്ന് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സാധനമാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ, അല്ലെങ്കിൽ ഒരു എലഗൻ ഫീൽ നൽകുന്ന ഒരു ഗിയർ ലിവർ. അപ്പോൾ ആരെങ്കിലുമൊക്കെ 5 സ്പീഡ് വണ്ടി ഓടിക്കുന്നവർ ഗിയർ ലിവർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെക്കുന്നതൊക്കെ നല്ല പുതിയ ടാറ്റ തിയാഗോയുടെ ഷോറൂമിൽ നിന്ന് ഒരു OEM സാധനം വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തോ പക്ക ക്ലാസ്സാണ്, ഏത് വണ്ടിക്കും സ്യൂട്ടാവും. ഇത് സിയറയിൽ പോലും ഇത്രയും നല്ലൊരു ഗിയർ ലിവർ ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിനും ഒരു സിൽവർ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന് ചാർജ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതിൻ്റെ മുകളിൽ പ്യുവർ പ്ലസ് 60,000 രൂപ കൂടുതൽ കൊടുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടച്ച് സ്ക്രീനൊക്കെ നിങ്ങൾ എന്തായാലും വെക്കും. ഇത് എടുത്താലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ 60,000 രൂപ കൊടുത്ത് കമ്പനി തന്നെ പ്യുവർ പ്ലസ് എടുക്കുക നല്ലത്. കാരണം എന്ന് വെച്ചാൽ ടച്ച് സ്ക്രീനിൻ്റെ ഒപ്പം നമുക്കൊരു C-ടൈപ്പ് ചാർജിംഗ് പോർട്ടും അതുപോലെ അതിൽ കണക്ട് ഫീച്ചറും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, റിയർ ക്യാമറ ഒക്കെ ആഡായി വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരു ക്യാമറയും സെറ്റപ്പും ഒരു ടച്ച് സ്ക്രീൻ ചെയ്തെടുക്കണമെങ്കിൽ, ഇതിലിപ്പോൾ 2 സ്പീക്കറുകൾ 4 സ്പീക്കർ അടക്കം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 30,000 രൂപക്ക് മുകളിൽ നമുക്ക് ബഡ്ജറ്റ് വേണം. നല്ല ക്വാളിറ്റി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ 15,000 രൂപക്കും ചെയ്യാൻ ആളുണ്ട്, പക്ഷേ അതിൽ ക്വാളിറ്റി ആണെങ്കിൽ ഒരു 30,000 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു 60,000 രൂപ കൊടുത്തിട്ട് ഹിൽ സ്റ്റാർട്ടും അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ അടക്കമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആവുന്ന ഒരു വേരിയൻ്റ് എടുക്കുന്നതിനാണ് ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഫീച്ചേഴ്സ്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വരുന്നുണ്ട്. മാപ്പ് ലാമ്പ് ഒരു വൈറ്റ് പ്രകാശത്തോടു കൂടി വന്നിട്ടുണ്ട്. ഗ്ലോ ബോക്സ് കാണാം. ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. വാനിറ്റി മിറർ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു തിയാഗോയുടെ സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു വേരിയൻ്റ് കിട്ടുന്നുണ്ട്. അതെടുക്കുന്നവർക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് അടക്കമുള്ള ഫീച്ചേഴ്സും ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് മാത്രമല്ല CNG ആയിട്ട് കൂടി, അതായത് പെട്രോളിലും CNGയിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക് ഒരു വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ തിയാഗോ നമുക്കറിയാവുന്ന പോലെ എഞ്ചിനിലൊന്നും മാറ്റമില്ല, ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനിലാണ് ലഭിക്കുക. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 86 PS 113 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അത് പവർ ഫിഗേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പെട്രോളിൻ്റെ ആണ്. നമ്മളിപ്പോൾ ഈ കണ്ടത് മാനുവലാണ്. കൂടാതെ ഒരു AMT ട്രാൻസ്മിഷൻ കിട്ടും. ഒപ്പം CNG ആയിട്ട് കൂടി കിട്ടുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. അതും CNG ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മൊത്തം 6 കളേഴ്സാണ് തിയാഗോ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു കളർ ഒഴിച്ച് ബാക്കി 5 കളറും ഈ വേരിയൻ്റ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു വാരണാസി വൈബ്രൻസ് അങ്ങനെ പറഞ്ഞൊരു റെഡ് പോലെ ഒരു ഓറഞ്ച് റെഡ് ഒരു ടോണിൽ വരുന്നൊരു വാഹനമാണ്. അതൊഴിച്ച് ഈ ഒരു ബലൂണിൻ്റെ ഒക്കെ ഒരു തീം. അപ്പോൾ ആ കളർ ഒഴിച്ച്, അതെ പരസ്യത്തിലും കാണുന്നുണ്ട്, ആ ഒരു കളർ ഒഴിച്ച് നമുക്ക് ബാക്കി 5 കളേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ 6,65,000 രൂപക്ക് ഒരു നോർമൽ ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് 1 രൂപ എക്സ്ട്രാ മുടക്കേണ്ടതില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇത് വർത്താണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കും.